ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും ഒരു ദിവസം എന്നെ കാണാൻ വന്നു. അന്ന് ഈ അച്ഛൻ്റെ പിറന്നാളായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതങ്ങ് അടിച്ച് പൊളിക്കാം. രണ്ട് സാധു മനുഷ്യന്മാർ, ഭയങ്കര സാധു അച്ഛനും അമ്മയും. എൻ്റെ മകളുടെ ഒരു ഭാഗ്യമായിരിക്കാം. വളരെ നിഷ്കളങ്കരായ രണ്ട് മനുഷ്യർ. അവരുടെ പിറന്നാൾ എന്തായാലും നമ്മൾ ഗംഭീരമായി ആഘോഷിച്ചു. അപ്പം ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ കുറേ സമ്മാനങ്ങളൊക്കെ മക്കൾ കൊടുത്തു. മകൻ കൊടുത്തത് ഒരു മൊബൈൽ ഫോണും, എൻ്റെ മകൾ കൊടുത്തത് ഒരു ഷർട്ടും മുണ്ടും. അങ്ങനെ ഒരുപാട് ഗിഫ്റ്റായിരുന്നു അന്ന് അവർക്ക് കൊടുത്തത്. എന്തായാലും ഈ പ്രായത്തിൽ അവർ ഈ പിറന്നാൾ ശരിക്കും ആഘോഷിച്ചു, സന്തോഷിച്ചു. അച്ഛനും അമ്മയും മകനും എൻ്റെ മോളും. ശരിക്കും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന സംസ്കാരമാണ് അവരുടെ ഭർത്താവിൻ്റെ വീട്ടുകാരോട് കാണിക്കുക. എൻ്റെ മകൾ അവരുടെ കൂടെ വളരെ സന്തോഷവതിയാണ്. അപ്പോൾ മകളുടെ സന്തോഷമാണല്ലോ നമ്മുടെയും സന്തോഷം. അപ്പോൾ ഇങ്ങനെ ഒരു അച്ഛനും അമ്മയെ കിട്ടിയതിൽ ഞാനും ഭാഗ്യവതിയാണ്, എൻ്റെ മകളും ഭാഗ്യവതിയാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർക്ക് കൊടുത്ത ആ ഗിഫ്റ്റ് ഇപ്പോൾ അവർ ആ കവറൊക്കെ പൊട്ടിച്ച് നോക്കുകയാണ്. പുതിയ മൊബൈൽ കണ്ട് അച്ഛനാകെ സന്തോഷത്തിലാണ്, ആകെ ത്രില്ലടിച്ചിരിക്കുകയാണ്. പുള്ളിക്ക് വാട്സപ്പും ഫേസ്ബുക്കൊന്നും ഇല്ല. അപ്പം ഞാൻ തമാശയായി പറഞ്ഞു, ഇനി നമുക്ക് വാട്സപ്പോ ഫേസ്ബുക്കൊക്കെ എടുക്കണം, അത് പതിയെ പതിയെ പഠിക്കാം. അപ്പോൾ മകൻ പറഞ്ഞു എല്ലാം സമയമെടുത്ത് പഠിപ്പിച്ചു കൊടുക്കണം. എനിക്ക് എൻ്റെ മോളായിരുന്നു ആദ്യം എല്ലാം പഠിപ്പിച്ചു തന്നത്. അതുപോലെ ഓരോ അച്ഛനും അമ്മയ്ക്കും മക്കൾ തന്നെ ഇതൊക്കെ ഉപയോഗിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. എൻ്റെ കുറേ ഫ്രണ്ട്സുണ്ട് ഇപ്പോഴും വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലാത്തവർ. സാധാരണ ചെറിയ ഫോണിലാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പാർക്കിലെത്തി കേട്ടോ. പാർക്കിന് അടുത്ത് തന്നെയാണ് ഭംഗിയുള്ള ബീച്ചും. അവിടെ എപ്പോഴും ഒട്ടകങ്ങളും കുതിര സവാരിക്കാരും ഒക്കെ ഉണ്ടാവും. വേണ്ട, ഈ പ്രായമായ ഇവർ എന്ത് ഹാപ്പിയാണ്. പ്രായമുള്ളവരെ ഹാപ്പി ആക്കുന്നത് തന്നെയാണ് ഏറ്റവും ഒരു പുണ്യകർമ്മം. അപ്പോൾ ഞാനും ഇങ്ങനെ ഒരു മകനെ കിട്ടിയതിൽ ഞാനും വളരെ സന്തോഷവതിയാണ്. എന്തായാലും ഇത്തവണ ഇവരുടെ ആഘോഷം നമ്മൾ പൊടി പിടിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ മറ്റൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.